ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഹരീഷ് പാർവതിയെ കണക്കുകൾ ബോധിപ്പിക്കാനായി ഫയലുകൾ തിരഞ്ഞു നടക്കുന്നതാണ്. അതേസമയം പ്രഭാവതി അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. എടോ, താൻ എന്തിനാ ഇത്രയും ടെൻഷനാകുന്നത്? ഞാൻ പറയുന്നത് പോലെ കാര്യങ്ങൾ ചെയ്താൽ മതി. അത്രയും പറഞ്ഞുകൊണ്ട് തൻ്റെ മനസ്സിലുള്ള ബുദ്ധി ഹരീഷിന് പറഞ്ഞു കൊടുക്കുകയാണ് പ്രഭാവതി. മേഡം, ഇതൊക്കെ ചെന്ന് ഞാൻ പാർവതി മേഡത്തിനോട് പറഞ്ഞാൽ എൻ്റെ ജോലി പോകില്ലേ എന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ അതൊക്കെ ഞാൻ നോക്കിക്കോളാം, താൻ ചെന്ന് പറയാൻ നോക്കാൻ പ്രഭാവതി പറയുന്നു. പിന്നീട് കാണിക്കുന്നത് വീണ്ടും മീറ്റിംഗ് കൂടിയിരിക്കുന്നതാണ്. ഞാൻ ചോദിച്ച ഫയല് ഇതിലില്ലല്ലോ എന്ന് പാറു പറയുമ്പോൾ ഹരീഷ് പറയുകയാണ്, അത് പിന്നെ മേഡം, ആ ഫയലിന്റെ ഓഡിറ്റിംഗ് കഴിഞ്ഞിട്ടില്ല. പിന്നെ മേഡത്തിന് അത്ര പ്രവർത്തന പരിചയമൊന്നുമില്ലല്ലോ, അതുകൊണ്ടാ മേഡം ഇങ്ങനെ സംശയങ്ങളെല്ലാം ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത്. തുടർന്ന് പാറു പറയുകയാണ്, നിങ്ങൾ ഇവിടെ ചിലവാക്കിയ 2,24,00,000 രൂപ, അത് നിങ്ങൾ എന്തിനൊക്കെ വേണ്ടി ചിലവാക്കി അത് മാത്രം എനിക്ക് പറഞ്ഞു തന്നാൽ മതി. അതൊക്കെ പറഞ്ഞാൽ മനസ്സിലാക്കാനുള്ള ബുദ്ധിയെല്ലാം എനിക്കുണ്ടെന്ന് പാർവതി പറയുമ്പോൾ പരിഭ്രാന്തിയോടെ പ്രഭാവതിയെ നോക്കുകയാണ് ഹരീഷ്. ഇവിടെ നടക്കുന്ന ഒത്തുകളിയെല്ലാം എനിക്ക് നന്നായി തന്നെ മനസ്സിലാകുന്നുണ്ട്. ഇതിന്റെ പിന്നിൽ ആരാണെന്നും എനിക്കറിയാം. മേലിൽ ആരൊക്കെ നിങ്ങളെ സ്വാധീനിച്ചാലും ഇങ്ങനൊരു കള്ളത്തരത്തിന് നിങ്ങൾ കൂട്ടുനിൽക്കരുത്. വെറുതെയല്ല ഞാൻ ഈ കസേരയിലിരിക്കുന്നത്. താക്കീത് നൽകിയിട്ടും നിങ്ങൾ ഇത് ആവർത്തിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജോലിയായിരിക്കും നഷ്ടമാകാൻ പോകുന്നത്. നിങ്ങൾ എന്നെക്കാളും വിദ്യാഭ്യാസവും അറിവുമൊക്കെയുള്ള ആളല്ലേ, അതുകൊണ്ട് നന്നായി ആലോചിച്ച് പ്രവർത്തിക്കാൻ നോക്ക്. ഇതൊക്കെ കേൾക്കുന്ന വിശാല് ചിരിച്ചുകൊണ്ട് പാറുവിനെ നോക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് പ്രഭാവതി വീട്ടിലേക്ക് പോകുന്നതാണ്. വിശാലും പാറുവും ഇറങ്ങാൻ നേരം ഹരീഷ് പറയുകയാണ്, മേഡം, മേഡം ഇനി എന്നും ഓഫീസിലേക്ക് വരണം. നോക്കട്ടെ, പറ്റുമ്പോഴേക്ക് വരാമെന്ന് പാറു പറയുന്നു. നിങ്ങൾ നൽകുന്ന സ്നേഹത്തിനൊക്കെ വളരെ നന്ദിയുണ്ടെന്ന് പറഞ്ഞ് വിശാലും പാറുവും അവിടെ നിന്നിറങ്ങുകയാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് വിശാല് ഒരു സ്ഥലത്ത് വണ്ടി നിർത്തുകയാണ്. എന്താ സാർ ഇവിടെ, നമുക്ക് വീട്ടിൽ പോകണ്ടേ എന്ന് പാറു ചോദിക്കുന്നു. തനിക്കെന്താ വീട്ടിൽ പോകാൻ ഇത്ര ധൃതിയെന്ന് വിശാല് ചോദിക്കുമ്പോൾ പാറു പറയുകയാണ്, അതെ, എനിക്ക് അവിടെ ചെന്ന ധാരാളം പണികളാ ചെയ്തു തീർക്കാനുള്ളത്. ഇത് കേൾക്കുന്ന വിശാല് പറയുകയാണ്, ഓഫീസിൽ കണിശക്കാരിയായ ചെയർപേഴ്സൺ, വീട്ടിലോ സകലമാന ജോലികളും ഒരു ജോലിക്കാരിയെ പോലെ ചെയ്തു തീർക്കുകയും ചെയ്യും. അതും കൃത്യതയോടെ, ഒരു മടിയും കൂടാതെ. ഇതൊക്കെ തന്നെ കൊണ്ട് എങ്ങനെ സാധിക്കുന്നെന്ന് വിശാല ചോദിക്കുമ്പോൾ പാറു പറയുകയാണ്, അതിന്റെ ഉത്തരം സാറാണ്. സാറ് നൽകുന്ന ധൈര്യവും പരിഗണനയും ഒക്കെ കൊണ്ടാ എനിക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുന്നത്. എടോ, എന്നാലും താൻ പറഞ്ഞില്ലേ ഓഫീസിൽ വെച്ച് അയാൾക്ക് പിന്നില് ആരൊക്കെ ഉണ്ടെന്ന്, എന്നിട്ടും താനെന്താ അവർക്കെതിരെ ആക്ഷൻ ഒന്നും എടുക്കാഞ്ഞത്? ഇത് കേൾക്കുന്ന പാറു പറയുകയാണ്, അവരെല്ലാം നമ്മുടെ സ്റ്റാഫല്ലേ, ചിലപ്പോൾ അവർക്ക് കൈയബദ്ധം പറ്റിയതായിരിക്കും. നമ്മളത് വലിയ പ്രശ്നമാക്കാതെ അവർക്ക് തെറ്റ് ചൂണ്ടിക്കാട്ടി കൊടുക്കുകയാണ് വേണ്ടത്. അതോടെ അവർ പിന്നീട് ആ തെറ്റ് ഒരിക്കലും ആവർത്തിക്കാതിരിക്കും. ഇനി എന്താണെങ്കിലും അവര് അവരുടെ ജോലി ശ്രദ്ധയോടെ മാത്രമേ ചെയ്യൂ എന്ന് പാറു പറയുന്നു. ഇനി എന്താണെങ്കിലും സാർ ആ കാര്യം ഓർത്ത് ടെൻഷൻ അടിക്കണ്ടെന്ന് പാറു പറയുമ്പോൾ വിശാൽ പറയുകയാണ്, അപ്പോ വിശാല ഹൃദയനായ ആശാൻ അവരോട് ക്ഷമിച്ചിരിക്കുന്നു അല്ലേ? ഇത് കേൾക്കുന്ന പാറു പൊട്ടിച്ചിരിക്കുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഗായത്രി വില്ലയിലേക്ക് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് ഗായത്രി വില്ലയാണ്. ദേഷ്യത്തോടെ എന്തൊക്കെയോ ആലോചിക്കുകയാണ് റിയ. വിനയ് എങ്ങനെയെങ്കിലും ഗാർഗിയെ ഒഴിവാക്കണം. അതിന് പറ്റിയത് പ്രഗ്നൻസി തന്നെയാണെന്ന് റിയ മനസ്സിൽ ഉറപ്പിക്കുന്നു. അതേസമയം വിനയ് അങ്ങോട്ടേക്ക് വന്ന് പറയുകയാണ്, എന്താടോ, തനിക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? എന്ത് പറയാനുണ്ടെങ്കിലും തനിക്ക് എന്നോട് പറയാം, ഒരു മുഖവുരയുടെ ആവശ്യമില്ല. തനിക്കിപ്പോ എന്താ വേണ്ടതെന്ന് പറ, തനിക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യുമെന്ന് വിനയ് പറയുമ്പോൾ റിയ ചോദിക്കുകയാണ്, നിങ്ങളുടെ ഭാര്യയാണോ ഞാനാണോ ബെറ്റർ? അതിനെന്താ സംശയം, നീ തന്നെയാ. എനിക്ക് വിനയ് ഒരവസരം തരണം, ഞാനാണോ ഗാർഗിയാണോ ബെറ്റർ എന്ന് തെളിയിക്കാൻ. അതിനെന്താ, ഞാൻ നിനക്ക് തീർച്ചയായും അവസരമൊരുക്കി തരാമെന്ന് വിനയ് പറയുന്നു. അതേസമയം വിനയ്ക്കുള്ള ജ്യൂസുമായിട്ട് ഗാർഗി അങ്ങോട്ടേക്ക് വരികയാണ്. ഗാർഗി വിനയ്ക്ക് ജ്യൂസ് കൊടുക്കുമ്പോൾ അത് തട്ടിപ്പറിച്ച് വാങ്ങി റിയ കുടിക്കുന്നു. ഇതെന്തൊരു ജ്യൂസാ, മധുരവുമില്ല, എന്തൊരു പുളിയുമാ. അതിന് ഞാൻ കുടിച്ചു നോക്കിയിട്ടാണല്ലോ കൊണ്ടുവന്നത്. ഒരു കുഴപ്പവുമില്ലായിരുന്നെന്ന് ഗാർഗി പറയുമ്പോൾ റിയ ചോദിക്കുകയാണ്, ഞാൻ നിന്റെ എച്ചിലാണോ കുടിച്ചത്? ഇത് കേൾക്കുന്ന ഗാർഗി പറയുകയാണ്, ഞാൻ കുടിച്ച ബാക്കി ജ്യൂസ് നിനക്ക് എച്ചിലായിട്ട് തോന്നുമെങ്കിൽ എൻ്റെ കൂടെ കുറെ കാലം കഴിഞ്ഞ ഭർത്താവോ? ഇതേ ബ്രാൻഡ് ന്യൂ ഒന്നുമല്ല. എന്താണെങ്കിലും റിയ കുടിച്ച് എച്ചിലാക്കിയ ജ്യൂസ് ഇനി സാറ് കുടിക്കണ്ട. സാറിന് ഞാനേ വേറെ ജ്യൂസ് കൊണ്ടുവരാമെന്ന് പറഞ്ഞ് ഗാർഗി അവിടെ നിന്ന് പോകുന്നു. ഒക്കെ കേൾക്കുന്ന റിയ ദേഷ്യത്തോടെ നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് വിനയെയും പ്രഭാവതിയുമാണ്. എങ്ങനെയെങ്കിലും ഗാർഗി ഇവിടുന്ന് കുറച്ച് ദിവസത്തേക്ക് അവളുടെ വീട്ടിലേക്ക് പറഞ്ഞു വിടണമെന്ന് വിനയ് പറയുമ്പോൾ പ്രഭാവതി പറയുകയാണ്, അതൊരിക്കലും നടക്കാനേ പോകുന്നില്ല. നീ ഒരു കാര്യം ചെയ്, റിയയോട് കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ. അല്ലമ്മേ, വന്നപ്പോൾ മുതൽ ഞാൻ ശ്രദ്ധിക്കുകയാ, അങ്കിളിനെ ഇവിടെങ്ങും കാണുന്നില്ലല്ലോ. അത് മോനെ വലിയൊരു കഥയാ. പാർവതി അവള് പ്രതാപനെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടു.
ഇനി എന്നെയും ഇറക്കി വിടുമെന്നാ അവൾ പറഞ്ഞിരിക്കുന്നത്. ഇത് കേൾക്കുന്ന വിനയ് ദേഷ്യത്തോടെ പാറുവിനോട് ചോദിക്കാൻ ചെല്ലുമ്പോൾ പ്രഭാവതി വിനയെ തടയുകയാണ്. ഇതിവിടെ ആർക്കും അറിയില്ല, ഇപ്പോൾ നിനക്ക് മാത്രമാണ് അറിയാവുന്നത്. ഇതെങ്ങനെ നേരിടണമെന്നൊക്കെ എനിക്കറിയാം, അതുകൊണ്ട് നീ ഇതിൽ ഒരിക്കലും ഇടപെടരുത്. ഇത് കേൾക്കുന്ന വിനയ് പറയുകയാണ്, ശരി, പക്ഷേ അങ്കിളിനെ എങ്ങനെയെങ്കിലും ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം. പാർവതിയുടെ കൊമ്പൊടിക്കാൻ എനിക്കറിയാമെന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ വിനയ് അകത്തേക്ക് പോകുന്നു. ഇത് കാണിക്കുന്നത് ഗോപിനാഥനെയാണ്. ഗോപിനാഥനുള്ള ചായയുമായിട്ട് പാറു അങ്ങോട്ടേക്ക് വരികയാണ്. തുടർന്ന് പാറുവിനെ നോക്കി ഗോപി പറയുകയാണ്, നിന്നെപ്പോലെ ഒരു മരുമകളെ കിട്ടിയതിലും ഭാര്യയെ കിട്ടിയതിലും ഞാനും വിശാലും ഭാഗ്യവാന്മാരാണ്. നിന്നെപ്പോലെ തന്നെയായിരുന്നു ഗായത്രി എന്ന് ഗോപി പറയുമ്പോൾ വിഷമത്തോടെ ഗോപിയെ നോക്കുകയാണ് പാർവതി. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.